എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപദ്വീപീയ നദികളെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം നമ്മളിവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അറബിക്കടൽ, പടിഞ്ഞാറൻ സമതലം, പശ്ചിമഘട്ടം, ഉപദ്വീപീയ പീഠഭൂമി, പൂർവ്വഘട്ടം, കിഴക്കൻ തീരസമതലം, ബംഗാൾ ഉൾക്കടൽ. ഇങ്ങനെയാണ് ഉപദ്വീപീയ പീഠഭൂമി ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയാണ്. അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തുടർച്ച കിട്ടുള്ളൂ. അതുകൊണ്ട് അത് പോയി കാണണേ. നമുക്ക് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണെന്ന് മനസ്സിലായില്ലേ? ചരിവ് നോക്കൂ. ഉപദ്വീപീയ ഇന്ത്യയുടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ചരിഞ്ഞുകൊണ്ടാണുള്ളത്. ഇതിലെ ഉയർന്ന ഭാഗമാണ് പശ്ചിമഘട്ടം. ഉപദ്വീപീയ ഇന്ത്യയുടെ പ്രധാന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. വാട്ടർ ഡിവൈഡാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ വാട്ടർ ഡിവൈഡായിട്ട് വരുന്നത് എന്താണ്? പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടവും മധ്യ ഉന്നത തടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകളും വരെ നീളുന്ന അരാവലി നിരയും ചേർന്ന് ഉപദ്വീപിലെ നീരൊഴുക്കിനെ മൂന്നായി തരംതിരിക്കുന്നു. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികളുണ്ട്. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികളും വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികളുമുണ്ട്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏറെയും ജന്മമെടുക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. വൃഷ്ടിപ്രദേശം. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശത്തെയാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. എന്താണ് നീർത്തടം? ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടം എന്ന് പറയുന്നത്. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നീർത്തടം എന്ന് പറയുന്നു. എന്താണ് ജലവിഭാജകം? വാട്ടർ ഡിവൈഡ്. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെയാണ് ജലവിഭാജകം എന്ന് വിളിക്കുന്നത്. രണ്ട് നീർത്തടങ്ങളുണ്ട്, അതിനെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി ജലരേഖയാണ് ജലവിഭാജകം. നീർത്തടം എന്ന് പറഞ്ഞാൽ ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടം എന്ന് വിളിക്കുന്നത്. ഇപ്പം ഗംഗാ നദിയുണ്ട്, ആ ഗംഗയും അതിൻ്റെ പോഷക നദികളും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നീർത്തടം എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം എന്ന് വിളിക്കുന്നത്. വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം അഥവാ കാച്ച്മെൻറ്റ് ഏരിയ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കീറിമുറിച്ച് കിഴക്കുദിശയിൽ ഒഴുകി കിഴക്കൻ തീരസമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചെന്നുചേരുന്നത്. നമുക്ക് നോക്കാം. ഉപദ്വീപീയ നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി പ്രധാനപ്പെട്ട നദികളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഈ ഫോട്ടോയിൽ നോക്കൂ, ഈ ചിത്രത്തിൽ നോക്കൂ, കാവേരി നദി കൊടുത്തിട്ടുണ്ട്, കൃഷ്ണ, ഗോദാവരി, മഹാനദി എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഠിക്കാം. ആദ്യം കൊടുത്ത നദിയാണ് മഹാനദി. മഹാനദിയുടെ പൊസിഷൻ നോക്കൂ. മഹാനദി റായ്പൂരിലെ സിഹാവ, ഛത്തീസ്ഗഡിലെ സിഹാവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് മഹാനദി ഉദ്ഭവിക്കുന്നത്. അതിൻ്റെ പ്രധാന പോഷക നദികളാണ് ഇബ്ബും ടെല്ലും. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്ബും ടെല്ലും. നദിയുടെ ഉൾക്കൊള്ളുന്നത് ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ഒഡീഷ, പിന്നെ എവിടെയാണ്? മധ്യപ്രദേശിലൊക്കെ ആയിട്ടാണ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷയിലായിട്ടാണ് മഹാനദി ഉൾക്കൊള്ളുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഇബ്ബും ടെല്ലും ആണ്. ഇതിനൊരു കോഡുണ്ട്. മഹാന്മാർ ഇമ്പത്തോടെ ടെല്ല് ചെയ്യുന്നു. മഹാന്മാർ ഇമ്പത്തോടെയാണ് ടെല്ല് ചെയ്യുന്നത്. ടെല്ല് ചെയ്യാൻ പറയുന്നത് ആ രീതിയിൽ അങ്ങനെ ഒരു കോഡുണ്ട്. അപ്പോൾ മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്ബും ടെല്ലും. ഉദ്ഭവിക്കുന്നത് നമ്മൾ കണ്ടു, ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ്. ഒഴുകുന്നത് ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശിലും ആയിക്കൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗോദാവരിയാണ്. ഗോദാവരി ഉദ്ഭവം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുമാണ്. ഗോദാവരി ഉദ്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുമാണ്. അപ്പം അതിൻ്റെ പോഷക നദികളാണ് പ്രാണഹിതയും ഇന്ദ്രാവതിയും ശബരിയും ഒക്കെ.
ശബരി എന്ന് പറയുന്നേരം ഗോദാവരി എന്ന് പറയുന്നവരൊക്കെ രീതിയിലല്ല എൻഡ് ചെയ്യുന്നു, അങ്ങനെ ഓർക്കാം. ഒഴുകുന്നത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ഈ ഗോദയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ നോസിനൊക്കെ ഇടി കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പം ഗോദാവരി ഉദ്ഭവിക്കുന്ന എവിടെ നിന്നാണ്? നാസിക്കിൽ നിന്നാണ്. നമുക്ക് കോഡ് കിട്ടുമല്ലേ? ഗോദയിലൊക്കെ പോയിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് നോസിന് ഇടി കിട്ടും. അപ്പോൾ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ്. പ്രധാന പോഷക നദികളാണ് പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി എല്ലാം. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശിലൂടെയാണ് ഗോദാവരി ഒഴുകുന്നത്. നോക്കൂ, ഗോദാവരി ഒഴുകുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് ഉദ്ഭവിച്ച ആന്ധ്രാപ്രദേശ് അങ്ങനെ പോകുന്നു. കർണാടക വരെ മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശിലൂടെയാണ് ഒഴുകുന്നത് ഗോദാവരി ആന്ധ്രാപ്രദേശിലൂടെയും അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലൂടെയാണ് ഒഴുകുന്നത്. നെക്സ്റ്റ് കൃഷ്ണയാണ്. കൃഷ്ണ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ്. അതിൻ്റെ കോഡാണ് കൃഷ്ണൻ മഹാബലവാനാണ്, അല്ലേ? കൃഷ്ണൻ എന്ന് പറയുന്ന ഭഗവാൻ മഹാബലവാനാണ്. അപ്പോൾ അതിൻ്റെ പോഷക നദികൾ തുംഗഭദ്ര, ഭീമ, കൊയ്നയൊക്കെയാണ് കൃഷ്ണയുടെ പോഷക നദികൾ. മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രയിലൂടെയാണ് ഒഴുകുന്നത്. നെക്സ്റ്റ് കാവേരി ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. പോഷക നദികൾ കബനി, ഭവാനി, അമരാവതിയാണ്. ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ കർണാടകം, തമിഴ്നാട്, കേരളത്തിലൂടെയാണ് കാവേരി ഒഴുകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് നദികളെക്കുറിച്ച് പഠിക്കാനുള്ളത്. ബാക്കി നദികളുടെ പൊസിഷനൊക്കെ നമുക്ക് നോക്കാം. സബർമതി, ലൂണി, ചമ്പൽ, സിന്ധ്, ബെത്വ, കെൻ, സോൺ. നമുക്കിനി പഠിക്കാനുള്ള കാവേരി നദീജല തർക്കത്തെക്കുറിച്ചിട്ടാണ്. കർണാടക, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തർക്കം നിലനിൽക്കുന്നു. നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടാക്കിയ കരാർ മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതിനാൽ അത് അസാധുവാക്കണമെന്ന് കർണാടക സംസ്ഥാനവും. എന്നാൽ മുൻ കരാറിൽ മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുമെന്ന് തമിഴ്നാടും നിലപാടെടുത്തു. പ്രശ്നം പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 1990 ഒരു ട്രൈബ്യൂണലിനെ നിയമിച്ചു. 2007 പുറത്തുവന്ന അന്തിമ വിധിയിൽ കാവേരി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ധാരണയുണ്ടാകുകയും ചെയ്തു. ഇതിൻ പ്രകാരം പ്രതിവർഷം 419 TMC ജലം തമിഴ്നാടിനും 270 TMC ജലം കർണാടകയ്ക്കും 30 TMC ജലം കേരളത്തിനും 7 TMC ജലം പുതുച്ചേരി കേന്ദ്ര പ്രദേശത്തിനും എന്ന തരത്തിൽ നിശ്ചയിച്ചു. 1 TMC മീൻസ് 1000 ദശലക്ഷം ക്യൂബിക് അടിയാണ്. തർക്കം ഇനിയും തീർന്നിട്ടില്ല. സംസ്ഥാനങ്ങളുടെ പുനരാലോചന ഹർജികൾ കോടതിയുടെ പരിഗണനയിലാണ്. ഇതാണ് കാവേരി നദീജല തർക്കം. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? ഗോദാവരിയാണ്. 1465 കിലോമീറ്റർ നീളവും 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നു. കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലിപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനത്ത്. ഏറ്റവും വലിയ നദി ഉപദ്വീപീയ നദിയിൽ ഗോദാവരിയാണ്. കൃഷ്ണയും കാവേരിയുമാണ് പിന്നീട് 2ഉം 3ഉം സ്ഥാനത്ത്. ഉപദ്വീപീയ നദികൾ നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമുള്ളവരാണ്. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യും. വറ്റാതെ കാവേരി. ഉപദ്വീപിലെ മറ്റു നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ടാകാറില്ല. ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്കു കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് ഇതിന് കാരണം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളെയും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറേ ചരിവിൽ ഉദ്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നവരാണ് നർമ്മദ, താപ്തി എന്നീ നദികൾ. മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉദ്ഭവിക്കുന്നത്. മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപമുള്ള ദുവാന്തർ വെള്ളച്ചാട്ടവും
സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദാ നദിയെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. നർമ്മദയിലുള്ള വെള്ളച്ചാട്ടമാണ് ദുവാന്തർ വെള്ളച്ചാട്ടം. അതുള്ളത് ജബൽപൂരിന് സമീപത്താണ്. കൂടാതെ സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയുള്ളതും നമ്മുടെ നർമ്മദയിലാണ്. നർമ്മദ, താപ്തി നദികളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ദുവാന്തർ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നർമ്മദ ഉദ്ഭവിക്കുന്നത് അമർഘട്ടക്കിൽ നിന്നാണ്. മധ്യപ്രദേശിലെ അമർഘട്ടക്കിൽ നിന്നും നർമ്മദ ഉദ്ഭവിക്കുന്നു. പ്രധാന പോഷക നദികൾ ഹിരണും ബൻജാനുമാണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്തിലൂടെയാണ് ഒഴുകുന്നത്. നർമ്മദ ഒഴുകുന്നത് മധ്യപ്രദേശ് നിന്ന് ഉദ്ഭവിച്ച് കൂടാതെ മഹാരാഷ്ട്രയിലൂടെ പോയി ഗുജറാത്തിലേക്ക്, അങ്ങനെയാണ് അത് അറബിക്കടലിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് താപ്തി നദിയെക്കുറിച്ചാണ് പറയുന്നത്. താപ്തി മുൾട്ടായ് മലനിരകളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ഇതിനൊരു കോഡുണ്ട്. എന്താ പറയുക, താപ്തി നദിക്ക് എന്താണ്, മുട്ടായി തപ്പി നോക്കിയാണ് താപ്തി ഉദ്ഭവിക്കുന്നത്. എവിടുന്നാണ്? മുൾട്ടായി എന്നാണ് കിട്ടും. അതിൻ്റെ പോഷക നദികളാണ് പൂർണ്ണ ആൻഡ് ഗിർണ. താപ്തിയുടെ പോഷക നദികളാണ് പൂർണ്ണ ആൻഡ് ഗിർണ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്തിലൂടെയാണ് താപ്തി ഒഴുകുന്നത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നർമ്മദാ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രതിരോധമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിലും കുടിയൊഴിപ്പിക്കലിനും കാരണമായതോടെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. തദ്ദേശീയരായ ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ പ്രക്ഷോഭത്തെ കൈകോർത്തു. 1994 മുതൽ 99 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായതും ലോകബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും പദ്ധതിയെ സംബന്ധിച്ചുള്ള പുനർചിന്തനവും ഈ പ്രക്ഷോഭത്തിൻ്റെ നേട്ടങ്ങളാണ്. നർമ്മദാ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ഒരു പ്രക്ഷോഭമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ആ നദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അണക്കെട്ടുകളൊക്കെ ധാരാളമായി നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ നദി നശിക്കാൻ കാരണമായിത്തീരും. ഇത് പരിസ്ഥിതി നാശത്തിലേക്കും കുടിയൊഴിപ്പിക്കലിനും ഒക്കത്തിനും കാരണമായിത്തീരും. അതുകൊണ്ടാണ്. ഇനി ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാൾവ പീഠഭൂമിയിൽ ഉയർന്ന പ്രദേശങ്ങളിൽ ഉദ്ഭവിച്ച് വടക്കോട്ടൊഴുകി യമുന നദിയിലേക്കും നേരിട്ട് ഗംഗാ നദിയിലേക്കും ചെന്നു ചേരുന്ന പ്രധാന നദികൾ ഏതെല്ലാമാണ്? ചമ്പൽ. ഈ നദിയെ ഉപദ്വീപീയ പോഷക നദികൾ എന്നാണ് വിളിക്കുന്നത്. ചമ്പൽ റവൈനുകൾ കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കാം നമുക്ക്. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫലപ്രകൃതി അറിയപ്പെടുന്നത്. ബാഡ് ലാൻഡ് ടോപ്പോഗ്രാഫിയാണ്. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവിലൂടെ ചമ്പൽ നദിയും പോഷക നദികളൊക്കെ ചേർന്ന് തുടർച്ചയായിട്ട് അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ഈ ചാലുകളാണ് റവൈൻസ് എന്നറിയപ്പെടുന്നത്. ചമ്പൽ റവൈനുകൾ. ജലസേചനം, ഊർജോൽപാദനം, വിനോദസഞ്ചാരം തുടങ്ങി മേഖലകളിൽ ഉപദ്വീപീയ നദികൾ നാം ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നദീതട പദ്ധതി, നദീ സംസ്ഥാനം നോക്കാം. ഹിരാക്കുഡ് നദീതട പദ്ധതി മഹാനദിയിലാണുള്ളത്, ഒഡീഷയിലാണ് ഹിരാക്കുഡ്. തുംഗഭദ്ര നദീതട പദ്ധതി തുംഗഭദ്ര നദിയിലാണ്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കർണാടകയിലാണ് തുംഗഭദ്ര നദീതട പദ്ധതി. സർദാർ സരോവർ നദീതട പദ്ധതി ഉള്ളത് ഗുജറാത്തിലാണ്, നർമ്മദ നദിയിലാണ്. കൃഷ്ണരാജസാഗർ കാവേരിയിലാണ്, കർണാടകയിലാണ്. നിസാം സാഗർ ഗോദാവരി നദിയിലാണ്. നിസാം സാഗർ ആന്ധ്രാപ്രദേശ്. എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി? ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതിയാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം,
ജലവൈദ്യുതി ഉൽപ്പാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതിയുടെ ചില പ്രധാന ഉദ്ദേശ്യങ്ങൾ. പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലം. ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായാണ് നൈസർഗിക സസ്യജാലങ്ങൾ രൂപം കൊള്ളുന്നത്. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണിവ. 70 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് പൊതുവെ ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ മുൻനിർത്തി ഇതിനെ രണ്ടായി തിരിക്കാം. ആർദ്ര ഇലപൊഴിയും കാടുകൾ ആൻഡ് വരണ്ട ഇലപൊഴിയും കാടുകൾ. 100 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചരിവുകളിൽ പൊതുവെ കണ്ടുവരുന്നത് ഇത്തരം സസ്യജാലങ്ങളാണ്. കൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങളുണ്ട്. തേക്ക്, സാല്, ശിഷം, മൗവ, ചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ പൊതുവായി കാണപ്പെടുന്നു. ആർദ്ര ഇലപൊഴിയും കാടുകളുടെ കാര്യമാണ് പറഞ്ഞത്. 100 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ. അവിടെ കാണപ്പെടുന്ന മരങ്ങൾ ഏതൊക്കെയാണ്? തേക്ക്, സാല്, ശിഷം, മൗവ, ചന്ദനം. എഴുപത് സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പീഠഭൂമിയുടെ ഇതര ഭാഗങ്ങളിൽ വരണ്ട ഇലപൊഴിയും കാടുകളാണുള്ളത്. മഴ തീരെ കുറഞ്ഞ മേഖലകളോടടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു. വരൾച്ച കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇല പൊഴിക്കുകയും വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറുകയും ചെയ്യുന്നു. തേക്ക്, റോസ് വുഡ്, ആക്സിൽ വുഡ്, മുളവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇവിടെ സാധാരണമാണ്. എഴുപത് സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ എന്ത് കാണപ്പെടുന്നു? ലഭിക്കുന്ന പീഠഭൂമിയുടെ ഇതര ഭാഗങ്ങളിൽ വരണ്ട ഇലപൊഴിയും കാടുകളാണ് കാണപ്പെടുന്നത്. വരണ്ട ഇലപൊഴിയും കാടുകൾ. അപ്പോൾ 2 ടൈപ്പിലാണ് പറഞ്ഞത്. ആർദ്ര ഇലപൊഴിയും കാടുകളും വരണ്ട ഇലപൊഴിയും കാടുകൾ. വരണ്ട ഇലപൊഴിയും കാടുകളിലാണ് തേക്ക്, റോസ് വുഡ്, ആക്സിൽ വുഡ്, മുളവർഗ്ഗങ്ങളൊക്കെ ഉള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഉഷ്ണമേഖല മുൾക്കാടുകളാണ്. 75 സെൻറ്റിമീറ്റർ താഴെ വാർഷിക മഴ ലഭിക്കുന്ന ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങൾ. അങ്ങിങ്ങായി ഉയരം കുറഞ്ഞ മരങ്ങൾ കാണപ്പെടുന്നു. അക്കേഷ്യ, യൂഫോർബിയ, ഈന്തപ്പന, ചില ഇനം പുൽവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന സസ്യങ്ങൾ. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കായി മഹാരാഷ്ട്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമരുപ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലും ഇത്തരം സസ്യജാലങ്ങളാണുള്ളത്. ഉഷ്ണമേഖല മുൾക്കാടുകൾ. 75 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണുന്നത്. പ്രധാനമായിട്ടും മഹാരാഷ്ട്രയിലും കർണാടകയുടെ ഉൾഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ്. അർദ്ധമരുപ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും വരണ്ട പ്രദേശങ്ങളിലും ഇത്തരം സസ്യജാലങ്ങളെ നമുക്ക് കാണാം. ആന്ധ്രയിലും തെലുങ്കാനയിലും തമിഴ്നാട്ടിലും കണ്ടത്. ഇനി ദക്ഷിണ പർവ്വത വനങ്ങൾ എന്താണെന്ന് നോക്കാം. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പൊതുവിൽ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഇവിടെ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു. നീലഗിരി, പളനി, ആനമല നിരകളിൽ ഉപോഷ്ണ സസ്യജാലങ്ങളെ ചോലവനങ്ങൾ അഥവാ ഷോല ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു. ദക്ഷിണ പർവ്വത വനങ്ങളാണ് പറഞ്ഞത്. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള പശ്ചിമഘട്ടം, വിന്ധ്യാനിര, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് ദക്ഷിണ പർവ്വത വനങ്ങൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളെ കുറിച്ചിട്ടാണ്. ക്ലാസ് കഴിയാനായി നമുക്ക് പെട്ടെന്ന് കൂടി നോക്കി വരാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിലേറെയും തനതിടത്ത് രൂപപ്പെട്ടവയാണ്.
ഇവിടെ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ്, പർവ്വത മണ്ണ് എന്നിങ്ങനെ തിരിക്കാം. തനതിട മണ്ണിനങ്ങളും വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങളും. ഇൻസിറ്റു സോയിൽസ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് സോയിൽസ്. ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ. ഉദാഹരണം കറുത്ത മണ്ണ്. എന്നാൽ നദികളാലോ കാറ്റാലോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാണുന്ന മണ്ണിനങ്ങൾ വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങളാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽസ് അഥവാ എക്കൽ മണ്ണ്. ഡെക്കാൻ പീഠഭൂമി കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിലിനെ കുറിച്ചാണ് അടുത്തത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായ ലാവാ പീഠഭൂമിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതെ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായ ലാവാ പീഠഭൂമിയാണ്. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾ ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നവയാണ് കറുത്ത മണ്ണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഈ ഭാഗത്തുണ്ടാകുന്ന ബസാൾട്ടും ലാവാശിലകൾക്കും ഒക്കെ എന്ത് സംഭവിക്കും? അപക്ഷയം സംഭവിക്കും. അങ്ങനെ രൂപപ്പെടുന്നതാണ് കറുത്ത മണ്ണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായിട്ടും കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണുന്നത് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലൊക്കെയാണ്. കൂടാതെ കർണാടകയിലും തെലുങ്കാനയിലും ആന്ധ്രയിലും ഗുജറാത്തിലും തമിഴ്നാട്ടിലും ഭാഗികമായിട്ടും ഈ മണ്ണുണ്ട്. ഈ മണ്ണ് മറ്റേതെല്ലാം പേരുകളിൽ അറിയപ്പെടുന്നു? ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെഡ് സോയിൽ അഥവാ ചെമ്മണ്ണിനെ കുറിച്ചാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണുണ്ടാകുന്നത്. ചെമ്മണ്ണുണ്ടാകുന്നത് കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ്. പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ കാണപ്പെടുന്നു. ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് കാരണം. ചെമ്മണ്ണ് രൂപപ്പെടുന്ന കായാന്തരിത ശിലയിൽ നിന്നുമാണ്. നെക്സ്റ്റ് ലാറ്ററൈറ്റ് മണ്ണാണ് പഠിക്കാനുള്ളത്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങിയൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് ലാറ്ററൈറ്റ് മണ്ണ്. പീഠഭൂമിയിലെ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജമഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിൽ മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നുണ്ട്. പൊതുവെ ഫലപുഷ്ടി കുറഞ്ഞ ഈ മണ്ണിന് കൃഷിക്ക് അനുയോജ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായിട്ട് വൻതോതിൽ ലാറ്ററൈറ്റ് മണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്. കേരളത്തിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. നെക്സ്റ്റ് പർവ്വത മണ്ണ് നോക്കാം. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക് പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വത മണ്ണ് അനുയോജ്യമാണ്. ഓക്കെ, പർവ്വത മണ്ണ് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷിയെക്കുറിച്ച് നോക്കാം. സമതലങ്ങളിൽ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ലെങ്കിലും നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളായിട്ടുള്ള കാപ്പി, തേയില തുടങ്ങിയവയും ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നു. നിമ്നോന്നതമായ ഭൂപ്രകൃതി, നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ്ണ്, ചെങ്കുത്തായ ചരിവുകൾ, മേൽമണ്ണിൻ്റെ കനക്കുറവ്, അനാവൃത ശിലകൾ, ഇവയ്ക്കിടയിലെ കുന്നുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ കൃഷി സാധ്യമാവുന്നുള്ളൂ. പശ്ചിമഘട്ടനിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം. നീലഗിരി മേഖലയിൽ തേയില, കാപ്പി തുടങ്ങിയവയുടെ തോട്ടങ്ങൾ വ്യാപകമാണ്. നീലഗിരിയിൽ കൃഷി ചെയ്യുന്ന തേയിലയും കാപ്പിയൊക്കെയാണ്. എന്നാൽ മലഞ്ചെരിവുകളിൽ തട്ടുകളാക്കി നെൽകൃഷിയടക്കം ഇവിടെ സാധ്യമാക്കുന്നുണ്ട്. കാപ്പി. കർണാടകയാണ് ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. കാപ്പി കൃഷിയുടെ ഏകദേശം 59% കാപ്പി ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 71% കർണാടകത്തിൽ നിന്നാണ്. ഉൽപ്പാദനത്തിൽ ഏകദേശം 22% കേരളമാണ് 2-ാം സ്ഥാനത്ത്. അറബിക്ക, റോബസ്റ്റ എന്നീ ഇനങ്ങളാണ് മുന്തിയ തരം കാപ്പി ഇനങ്ങൾ.
അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ അറബിക്കയും റോബസ്റ്റയും പ്രധാനപ്പെട്ട മുന്തിയ തരം കാപ്പി ഇനങ്ങൾ. തേയിലയെക്കുറിച്ച് നോക്കാം. പീഠഭൂമിയിലെ തേയില കൃഷി പ്രധാനമായും തമിഴ്നാട്, കേരളം, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട നിരയിലുമാണ്. ഇന്ത്യയിലെ ആകെ ഉൽപ്പാദനത്തിൻ്റെ 25%, തോട്ടവിളയുടെ 44% ഈ മേഖലയിലാണ്. ധാരാളം തൊഴിലാളികൾ ആവശ്യമായതിനാൽ തേയിലത്തോട്ടങ്ങളിലും അനുബന്ധ വ്യവസായങ്ങളിലുമായി അനവധി തൊഴിലവസരങ്ങളുണ്ട്. നമുക്ക് ചരിത്രം കുറിച്ച 7 കാപ്പിക്കുരുക്കളെ കുറിച്ച് പഠിക്കാം. ഈ കോളങ്ങളൊക്കെ PSC എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വായിക്കാം. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചത്. മുസ്ലിം പുരോഹിതനായിരുന്ന ബാബ ബുധാനാണ് അറേബ്യയിൽ നിന്ന് 7 കാപ്പിക്കുരുക്കൾ ഇന്ത്യയിലെത്തിച്ച് കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം ബാബ ബുധാൻ കുന്നുകൾ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തും തുടർന്നും കാപ്പിത്തോട്ടങ്ങളും കാപ്പി വ്യവസായങ്ങളും കൂടുതൽ വികസിച്ചു. അപ്പോൾ ബാബ ബുധാൻ കുന്നുകളെക്കുറിച്ച് മനസ്സിലായില്ലേ? അവിടെയാണ് ആദ്യമായിട്ട് കാപ്പി കൃഷി സ്റ്റാർട്ട് ചെയ്തത്. ബാബ ബുധാനാണ് അറേബ്യയിൽ നിന്ന് 7 കാപ്പിക്കുരു കൊണ്ടുവന്ന് കർണാടകയിലെ ചിക്കമംഗലൂരിലാണ് കാപ്പി കൃഷി ആരംഭിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കരിമ്പാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ്. ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവ മണ്ണ്, ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘകാല വിളവെടുപ്പ് കാലവും. ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സുക്രോസ് അംശം. ഇതെല്ലാം നമുക്കിവിടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കൃഷി ചെയ്യാൻ അനുകൂലമാണെന്നാണ് പറയുന്നത്. കരിമ്പ്. ഇതൊരു കരിമ്പ് തോട്ടം കണ്ടില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ള പരുത്തിയാണ്. പരുത്തി ഒരു ഖാരിഫ് വിളയാണെങ്കിലും ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളിലായി വിളവെടുപ്പ് നടത്തുന്നു. കാരണം വളർച്ചയുടെ 7 മാസത്തോളം മഞ്ഞുണ്ടാകാൻ പാടില്ല. 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 50 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവുമാണ് പരുത്തി കൃഷിക്ക് ആവശ്യം. എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സഹായത്തോടെ പരുത്തി കൃഷി ചെയ്യുന്നു. ഡെക്കാൻ മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. രാജ്യത്തെ ആകെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം ഗുജറാത്തിനാണ്. മഹാരാഷ്ട്രയാണ് 2-ാം സ്ഥാനം. പരുത്തി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം ഗുജറാത്തും 2-ാം സ്ഥാനം മഹാരാഷ്ട്രയുമാണ്. ധാതുക്കളുടെ കലവറ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതുവിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു. ജാർഖണ്ഡ്, പശ്ചിമഘണ്ട്, ഒഡീഷ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങി ധാരാളം ലോഹ ധാതുക്കളാൽ സമൃദ്ധമാണിവിടം. ധാതുവിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതുമേഖലകളായി തിരിക്കാം. ഒരു ഇരുമ്പയിര് ഖനിയും കൽക്കരിപ്പാടവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ധാതുമേഖലയാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ. ഏറ്റവും വലിയ ധാതുമേഖല ഏതാണ്? ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികളാണ്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നു. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അബ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഈ മേഖലയിൽ ഖനനം ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് പഠിക്കാനുള്ള മധ്യമേഖലയെക്കുറിച്ചിട്ടാണ്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലുങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മധ്യമേഖലയാണ് മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, കൽക്കരി, അബ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമാണ്. ദക്ഷിണ മേഖലയിലേക്ക് വരാം.
കർണാടക പീഠഭൂമി അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഈ മേഖലയിൽ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കൾ കാണപ്പെടുന്നുണ്ട്. ദക്ഷിണ മേഖലയിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് ഒക്കെ. തെക്കു പടിഞ്ഞാറൻ മേഖല, പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന ഈ മേഖലയിൽ ഇരുമ്പയിര്, കളിമണ്ണ് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഇരുമ്പയിരും കളിമണ്ണ്. വടക്കു പടിഞ്ഞാറൻ മേഖല, രാജസ്ഥാനിലെ അരാവലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിൻ്റെ ഭാഗങ്ങളും ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയാൽ സമ്പന്നമാണ്. ഇന്ത്യയിലെ ധാതു വിഭവങ്ങൾ എവിടെയൊക്കെ കിട്ടുന്നു എന്നുള്ള ഒരു പിക്ചറാണ്. ആസ്ബസ്റ്റോസ്, ബോക്സൈറ്റ്, കൽക്കരി, അങ്ങനെ ഓരോ ധാതു വിഭവങ്ങളെയും ആണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനജീവിതത്തെക്കുറിച്ച് കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയിലെ മിതമായ ജനസംഖ്യയാണുള്ളത്. പൊതുവെ കൃഷിയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയും കാരണം ആദ്യകാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം പരിമിതമായിരുന്നു. പിൽക്കാലത്ത് ധാതുഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും റോഡ്, റെയിൽ ഗതാഗതം വികസിച്ചതും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവവും ജനങ്ങളെ പീഠഭൂമിയിലേക്ക് അടുപ്പിച്ചു. കൂടാതെ ജലസേചനവും സാങ്കേതിക സാധ്യതകളും മുൻനിർത്തി വാണിജ്യ കൃഷി സാധ്യതകളും ഇവിടെ ജനവാസം ഉയരുന്നതിന് കാരണമായി. പ്രധാനപ്പെട്ട നഗരങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത് കേട്ടോ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ. പിന്നെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജിയോഗ്രഫിയായി ബന്ധപ്പെട്ട PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.